നമസ്കാരം. നമസ്കാരം. ഏവർക്കും ലേഡീസ് അവറിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വാഗതം. അപ്പോൾ ശരിക്കും വീണ നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ചൈനയിൽ ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എനിക്കറിയാം ഇങ്ങനെ നമ്മുടെ പ്രീനേറ്റൽ സ്ക്രീനിങ് സമയത്തും, പ്രീനേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭസ്ഥാവസ്ഥ സ്ക്രീനിങ് സമയത്തും നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കുറവായിരിക്കുന്ന സമയത്തും ഡോക്ടർമാർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓക്സിജൻ മാസ്ക് തരും. അപ്പോൾ ശരിക്കും നമ്മുടെ ബ്രീതിങ് നമ്മുടെ പ്യുവർ ഓക്സിജനാണ്, നല്ല അതായത് വലിയ കലർപ്പൊന്നും ഇല്ലാത്ത വലിയ പൊല്യൂഷനൊന്നുമില്ലാത്ത ഓക്സിജൻ ആണെങ്കിൽ ശരിക്കും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ബെറ്റർ ആകും എന്നുള്ളത് ശരിക്കും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഒരു ജീവന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിലെ നമ്മൾ എന്ന ജീവന് പോലും എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ശുദ്ധവായു എന്നുള്ളത്. ഒരു ശുദ്ധവായു, ശുദ്ധജലം, അതൊക്കെ നമ്മുടെ ഇപ്പൊ ഒരു മിഥ്യയായി മാറുന്ന ഒരു കാലമാണല്ലേ. അതെ അതെ അതെ. എന്നാൽ അതിന്റെയൊക്കെ ഒരു വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ ശുദ്ധവായുവും ശുദ്ധജലവും ഒക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കാലമാണിത്. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും സമയത്ത് ഈ മലിനീകരണത്തിന്റെ തോത് ഓരോ ദിവസവും ക്രമാതീതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മലിനീകരണം ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്നാണ് വീണയുടെ ഒരു ഇത്? മലിനീകരണം ഉണ്ടാക്കുന്നതിന് പല പല കാരണങ്ങളുണ്ടല്ലോ. അതില് പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിക്കുമ്പോൾ വാഹനങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ നമ്മുടെ റോഡ് നിറഞ്ഞാണ് വാഹനങ്ങൾ അല്ലേ. ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാതെ ചില ബൈക്കുകളൊക്കെ ഈ ഫുട്പാത്തിലൂടെ കയറ്റിക്കൊണ്ടുവരെ പോകുന്ന ഒരവസ്ഥയാണ്. അത്രമാത്രം എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ഇത്ര ഭീകരാവസ്ഥയില്ല. പക്ഷെ നമ്മൾ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ വേഗതയ്ക്ക് കുറവില്ലെങ്കിലും ഇങ്ങനെ ഈ വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ ഭീകരമായിട്ടുള്ള രീതിയിൽ കൂടുന്നത് ഇതുപോലത്തെ ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെന്ന് തോന്നുന്നു അല്ലേ. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു അടിയായി വന്ന ഒരു സംഭവം ഈ അടുത്തിടയ്ക്ക് ഉണ്ടായല്ലോ അല്ലേ. BS3 BS4 വാഹനങ്ങൾ ഭാരത് സ്റ്റേജ് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ്, അതായത് BS3 എന്നുള്ള മുദ്രയുള്ള വാഹനങ്ങൾ നിരോധിക്കപ്പെടുകയും BS4ലേക്ക് 2017 ഏപ്രിൽ 1 മുതൽ BS4 നിലവാരത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ നിരത്തിൽ ഇറക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ചു പോകും, എന്താണ് ഈ BS3 BS4 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന്. BS എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ മലിനീകരണത്തിന്റെ തോത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തോത് എത്രയാണെന്ന് കണക്കാക്കുന്ന ഒരു സംവിധാനമാണ്. 1991 പൊല്യൂഷൻ ബോർഡ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ ഭാരത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 2000 മുതലാണ് ഇത് പ്രാവർത്തികമായി തുടങ്ങിയത്. അതെ. ശരിക്കും പറഞ്ഞാൽ 2016 മുതൽ NCRൽ ന്യൂഡൽഹി, ചണ്ഡീഗഡ് ആ സ്ഥലങ്ങളിലെല്ലാം പൊല്യൂഷൻ കൂടുതലായി രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം BS4ന്റെ വാഹനങ്ങൾ മാത്രം പ്രയോഗിച്ചാൽ മതി, അത് മാത്രം. അതെ അതെ എന്ന നിയമം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ BS3യുടെ വാഹനങ്ങൾ കഴിഞ്ഞ വർഷം ഒത്തിരി അധികം വിലക്കുറവിൽ വിറ്റഴിക്കുകയുണ്ടായി. വർഷമല്ല, ഈ കഴിഞ്ഞ മാസങ്ങളിൽ അതായത് BS3 ആയിരുന്നു അതുവരെ നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വാഹനങ്ങളൊക്കെ ഒബ്വിയസ്ലി വളരെ നേരത്തെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ അത്തരം വാഹനങ്ങൾ വളരെ നേരത്തെ ഉണ്ടാക്കി വെച്ച വാഹനങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഈ വാഹന നിർമ്മാതാക്കൾ ഇത്തരം വാഹനങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവിൽ 8.5 ലക്ഷത്തോളം വണ്ടികളാണ് ഇപ്പോഴും വിറ്റഴിയാതെ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ അത്രയും വില കുറച്ച് വിൽക്കാൻ തീരുമാനിച്ചത്. കാരണം പൂർണ്ണമായും വേസ്റ്റ് ആയി പോകുന്നതിനേക്കാൾ നല്ലത് വില കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് അത്തരത്തിൽ അവർ ചെയ്തത് അല്ലെ. ഇതിൽ പെട്ടിരിക്കുന്നത് നമ്മൾ ഉപഭോക്താക്കളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം അല്ലേ വീണ? നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിട്ട് വന്നാലോ? കണ്ടിട്ട് വരാം ആദ്യത്തെ സെഗ്മെന്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷീന ശ്രീത്തൽ, സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ്. എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പ്? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വളർത്തുവാനായിട്ട് നമ്മൾ നൽകുന്ന ഒരു തരം കുത്തിവയ്പ്പാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ.
ഒരു രോഗം വന്ന് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് നമ്മൾ പ്രതിരോധ ശേഷി വളർത്താനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുക എന്നുള്ളത്. ഇതിനായിട്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാർ 1978 മുതൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരം ഇപ്പോൾ പലതരം കുട്ടികൾക്ക് വരാവുന്ന ഒരു പിടി രോഗങ്ങൾക്കും പ്രതിരോധ ശേഷി വളർത്തുവാനായിട്ട് നമ്മൾ കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. ഏതൊക്കെ തരം അസുഖങ്ങൾക്ക് എതിരെയാണ് നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ BCG വാക്സിൻ, ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിനെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ BCG വാക്സിൻ നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓറൽ പോളിയോ വാക്സിൻ അഥവാ പോളിയോ തുള്ളിമരുന്നും നൽകുന്നു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, രക്തം വഴി പടരുന്ന ഒരു തരം മഞ്ഞപ്പിത്ത രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് B. ഇത് പകരുന്നത് തടയാനായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ നൽകുന്നത്. അങ്ങനെ ഈ 3 രോഗങ്ങൾക്കും പ്രതിരോധ ശേഷി വളർത്താനായിട്ടാണ് ജനിച്ചു വീഴുന്ന ഉടനെ നമ്മൾ നൽകുന്ന വാക്സിനേഷനാണിത്. ഇതുകൂടാതെ 6, 10, 14 ആഴ്ചകളിലായിട്ട് DPT അഥവാ തൊണ്ടമുള്ള, പെർട്ടൂസിസ് വാക്സിൻ അഥവാ നമ്മുടെ വില്ലൻ ചുമയ്ക്ക് പ്രതിരോധിക്കാനായിട്ടുള്ള വാക്സിനാണ്. കൂടാതെ ടെറ്റനസ് രോഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടും നമ്മൾ വാക്സിനേഷൻ നൽകുന്നു. ഈ 3 വാക്സിനേഷൻ കൂടാതെ നമ്മൾ 6, 10, 14 ആഴ്ചകളിൽ ഹിബ് വാക്സിൻ, ഒരു തരം ഹിബ് എന്ന് പറഞ്ഞാൽ ഒരു തരം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇത് മസ്തിഷ്ക ജ്വരം കൂടാതെ ഒരു കുട്ടികളിൽ, വളരെ കൊച്ചു കുട്ടികളിൽ സിവിയർ ന്യൂമോണിയ വരുത്താൻ ശേഷിയുള്ള ഒരു തരം രോഗാണുവാണ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹിബ് വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ 2ാമത്തെ ഡോസും കൂടെ കൂടിയിട്ട് പെൻറ്റാവാലൻറ്റ് വാക്സിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ വാക്സിൻ, ഒറ്റ സൂചി വെച്ചിട്ട് നമുക്ക് 5 തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. കൂടാതെ നമ്മൾ 1.5 വയസ്സിലും അതുപോലെ തന്നെ 4.5 മുതൽ 5 വയസ്സിന് ഇടയ്ക്കായിട്ടും ബൂസ്റ്റർ ഡോസുകളും DPT കൂടാതെ ഹിബിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബൂസ്റ്റർ ഡോസും അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം ഇപ്പോൾ പറഞ്ഞതെല്ലാം നാഷണൽ ഷെഡ്യൂൾ പ്രകാരം ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും നൽകേണ്ട വാക്സിനേഷനുകളാണ്. ഈ DPT ബൂസ്റ്റർ കൂടാതെ നമ്മൾ കുഞ്ഞിന് 9 മാസം പ്രായമാകുമ്പോൾ MMR വാക്സിൻ എന്ന വാക്സിനും നൽകുന്നുണ്ട്. ഇത് 3 തരം അസുഖങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. മീസിൽസ് അഥവാ 5ാം പനി, മംസ് അഥവാ മുണ്ടിനീര്, കൂടാതെ റുബെല്ല വാക്സിൻ. ഈ 3 അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാക്സിനാണ് MMR വാക്സിൻ. ഇതുകൂടാതെ ഇതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് വീണ്ടും 1.25 വയസ്സിലും പിന്നീട് 4 മുതൽ 5 വയസ്സിന് ഇടയിലായിട്ടും നമ്മൾ നൽകുന്നതാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നാഷണൽ ഷെഡ്യൂൾ പ്രകാരം നിർബന്ധമായിട്ട് ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട വാക്സിൻസാണ്. ഇതുകൂടാതെ കുറച്ച് ഓപ്ഷണൽ വാക്സിൻസും നമ്മൾ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നൽകാവുന്ന ഒരു പിടി വാക്സിൻസും കൂടെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്ന് പറയും. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നൽകുന്നത് ഇതുപോലെ തന്നെ വളരെ കുഞ്ഞു കുട്ടികൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ന്യൂമോണിയ, അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം വരുത്താൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയയാണ് ന്യൂമോകോക്കസ്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ന്യൂമോകോക്കൽ വാക്സിൻസ് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ടൈഫോയിഡിനെ പ്രതിരോധിക്കാനായിട്ട് ട്രൈഫോയിഡ് കോൺജുഗേറ്റ് വാക്സിൻ, അതുപോലെ റോട്ട വൈറസ് വാക്സിൻ. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം മൂലം അതിമാരകമായ വയറിളക്കം വന്നിട്ട് കുട്ടികൾ മരിച്ചു പോകാൻ വരെ ഇടയായിട്ടുണ്ട് ഈ റോട്ട വൈറസ് ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ ഈ റോട്ട വൈറസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വായ വഴി തുള്ളിമരുന്ന് രീതിയിൽ നൽകാവുന്ന ഒരു വാക്സിനാണ് റോട്ട വൈറസ് വാക്സിൻ. ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് നമ്മൾ കുഞ്ഞിനെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷകർത്താക്കളുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരവരുടെ കുഞ്ഞുങ്ങളെ വാക്സിനേറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ തരം വാക്സിനുകളും ചെയ്യുവാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്.